നമസ്കാരം. ഏവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ 3 അനുഭവങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. 1 ഒരു പ്രണയം, 2 ഒരു പണയം, 3 ഒരു ഓണം. 3 സംഭവങ്ങളാണ്. ആദ്യത്തേത് പ്രണയത്തെക്കുറിച്ചാണ്. എൻ്റെ പ്രണയമല്ല, മറ്റൊരു പ്രണയം. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, എൻ്റെ അയൽക്കാരൻ കൂടിയായ ഒരു കുട്ടി, അവൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരു പെങ്കൊച്ചിന് പ്രേമലേഖനം എഴുതി. ഓർക്കണം, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അതേ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പ്രേമലേഖനം എഴുതുകയാണ്. എഴുതിയത് ഒരു നോട്ട്ബുക്കിലാണ്. ആ നോട്ട്ബുക്കിൽ അവൻ എഴുതി എന്ന് ഞങ്ങൾ അറിയുന്നത് പ്രധാനാധ്യാപകൻ ആ നോട്ട്ബുക്ക് കണ്ട് അത് ഞങ്ങളുടെ ക്ലാസ്സിൽ കൊണ്ടുവന്ന് വായിക്കുമ്പോഴാണ് ഞാനത് കേൾക്കുന്നത്, ഞങ്ങൾ ഈ സംഭവം അറിയുന്നത്. ഈ പയ്യൻ ഒരു ദരിദ്ര കുടുംബത്തിലെ ഒരു പയ്യനാണ്. ആ പെൺകുട്ടി കുറച്ച് റിച്ചായിട്ടുള്ളൊരു ഫാമിലിയിലെ പെൺകുട്ടി. ഇവൻ്റെ നിക്കറിൻ്റെ ബട്ടൺ പോയിട്ട് നിക്കർ കെട്ടിയാണ് ഇവൻ വച്ചിരിക്കുന്നത്. പഠിക്കാൻ അത്ര മിടുക്കനൊന്നുമല്ല. അങ്ങനെ ഒരു പയ്യൻ, അവന് പെൺകുട്ടിയോട് ഒരു പ്രണയം തോന്നി. അവനത് അവൻ്റെ ബുക്കിൽ വാക്യങ്ങളായി കുറിച്ചു വച്ചു. പ്രധാനാധ്യാപകൻ അത് പിടിച്ച് ഞങ്ങളുടെ ക്ലാസ്സിൽ കൊണ്ടുവന്ന് വായിച്ചു. വായിച്ചതിന് ശേഷം പ്രധാനാധ്യാപകൻ അവന് ചൂരൽ പ്രയോഗം നടത്തി. ചൂരൽ പ്രയോഗമൊക്കെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു അത്. നന്നായിട്ട് അവന് പണിഷ്മെൻറ്റ് കൊടുത്തു. അപ്പം ഞങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സിനും ഗേൾസിനും ഒക്കെ ഒരു പാഠമായി മാറത്തക്ക വിധത്തിൽ, മേലിൽ ഞങ്ങൾ പോലും ചെയ്യാൻ ഭയക്കുന്ന തരത്തിൽ ഒരു പണിഷ്മെൻറ്റ് അവന് കൊടുത്തു. അന്ന് ഞങ്ങൾ പ്രധാനാധ്യാപകൻ്റെ വശത്തായിരുന്നു. അവന് പണിഷ്മെൻറ്റ് കൊടുത്തത് ഞങ്ങൾക്ക് ബോധിച്ചു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഇന്ന് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രധാനാധ്യാപകനോടാണ് ഒരു പുച്ഛഭാവം, ഒരു വിഷമം എനിക്ക് തോന്നുന്നത്. കാരണം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അവൻ കൊച്ചല്ലേ, അവൻ കുട്ടിയല്ലേ. അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് പകരം, അല്ലെങ്കിൽ അവൻ എഴുതിയത് രസകരമായ ഒരു കാര്യമാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം, അവനെ ഹാർഷായിട്ട്, വളരെ റഫായിട്ട് പണിഷ്മെൻറ്റ് കൊടുത്തത് ശരിയായില്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത. നമ്മൾ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇത്രയും റഫാകേണ്ട കാര്യമുണ്ടോ? ഇത്രയും ഹാർഷാകേണ്ട കാര്യമുണ്ടോ? കുറച്ചൊക്കെ ഫ്ലെക്സിബിളായി മാറാൻ പറ്റത്തില്ലേ? ഫ്ലെക്സിബിളായിട്ട് വേണ്ടേ നമ്മൾ കുട്ടികളോട്, മുതിർന്നവരോട് പെരുമാറേണ്ടത് എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. 2ാമത്തെ സംഭവം ഒരു പണയത്തെക്കുറിച്ചാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ 90കളിൽ പല വീടുകളിലും ദാരിദ്ര്യമുണ്ടായിരുന്ന സമയം, ദരിദ്രരായിട്ടുള്ള കുടുംബങ്ങളുള്ള സമയം. ഇന്ന് സ്വർണം പണയം വയ്ക്കുന്നത് പോലെയൊന്നും അന്ന് സ്വർണമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പല വീടുകളിലും എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ, കല്യാണമോ പാല് കാച്ചോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസോ ഒക്കെ വരുമ്പോൾ പണയം വയ്ക്കാനൊന്നുമില്ല കൂലിപ്പണിക്കാരുടെ വീട്ടിൽ. അപ്പോൾ വേറൊന്നുമില്ലാതിരിക്കുമ്പോൾ തെങ്ങുണ്ടെങ്കിൽ തെങ്ങ് പണയം വയ്ക്കാം. ക്യാഷുള്ള ആളിൻ്റെ കയ്യിൽ തെങ്ങ് പണയം വയ്ക്കാം. എന്നിട്ട് തെങ്ങിൻ്റെ ആദായം അദ്ദേഹം എടുക്കും. ക്യാഷ് തിരിച്ചു കൊടുക്കുമ്പോൾ ഈ തെങ്ങിനെ പണയത്തിൽ നിന്ന് റിലീസ് ചെയ്യും. അങ്ങനെ ഒരു വീട്ടിൽ, എൻ്റെ ഒരു ബന്ധുവീട്ടിൽ നിൽക്കുമ്പോൾ പണയം ആർക്കാണോ പണയം വെച്ചത്, അദ്ദേഹത്തിൻ്റെ പറമ്പിൽ തേങ്ങ വെട്ടുന്ന സമയത്ത് ഈ വീട്ടിലും വന്ന് തേങ്ങയും ഓലയും കരിക്കുമൊക്കെ വെട്ടി കൊണ്ടുപോയി. വീട്ടുകാരൻ നോക്കി നിൽക്കെ, അദ്ദേഹത്തിൻ്റെ മക്കൾ നോക്കി നിൽക്കെ, ഞാനുമൊക്കെ നോക്കി നിൽക്കെ അദ്ദേഹം അത് വെട്ടിക്കൊണ്ടുപോയി. 100-200 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ആ സമയത്ത് തെങ്ങ് പണയം വയ്ക്കുന്നത്. അത് മനുഷ്യത്വരഹിതമായ ഒരു പ്രവൃത്തിയായിട്ട് എൻ്റെ മനസ്സിലേക്ക് കൊത്തിവെക്കപ്പെട്ടു, അടയാളപ്പെടുത്തപ്പെട്ടു. വർഷങ്ങൾ കഴിഞ്ഞു. ഈ പണയം വെച്ച ആളിന് പറമ്പുണ്ട്, തെങ്ങുകളുണ്ട്, അല്ലാതെയും ആസ്തിയുണ്ട്. ഭാര്യ ഗവൺമെൻറ് ടീച്ചറായിരുന്നു, ആ വരുമാനമുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം മാറി ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ദരിദ്രനായ മനുഷ്യന് ഒരു 100-200 രൂപ കൊടുത്ത് വേണമെങ്കിൽ സഹായിക്കാമായിരുന്നു. കടമായിട്ട് കൊടുത്ത് സഹായിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഹെൽപ്പായിട്ടും ചെയ്യാമായിരുന്നു. ഈ മനുഷ്യൻ
ശരീരത്തിലൊക്കെ നീര് വന്ന് സുദീർഘമായ ഒരു കാലഘട്ടം കിടപ്പിലായിരുന്നു. ഒരുപാട് വർഷം നടക്കാൻ പോലും പറ്റാതെ, നല്ല ആഹാരം കഴിക്കാൻ പറ്റാതെ കിടപ്പിലായിട്ടാണ് അദ്ദേഹം മരിച്ചത്. മരിച്ചതിന് ശേഷം മക്കളും ഭാര്യയും ബന്ധുക്കളും മരുമക്കളും എല്ലാം ചേർന്ന് നാട്ടുകാരെ മുഴുവനും വിളിച്ചൊരു വലിയ സദ്യ നടത്തി. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, ജീവിച്ചിരുന്നപ്പോൾ നമുക്ക് ഒരു നല്ല പ്രവൃത്തി ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു നല്ല പ്രവൃത്തി ചെയ്യാൻ കഴിഞ്ഞില്ല. മരിച്ചതിന് ശേഷം നാട്ടുകാരെ വിളിച്ചിട്ട് ഇങ്ങനെ സദ്യ കൊടുത്തിട്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സഹായിക്കണം. അതിന് കണക്ക് നോക്കേണ്ട കാര്യമില്ല. ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്, ഒരു നല്ല പൊസിഷനിലാക്കി വെച്ചിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ താഴെയുള്ള സാമ്പത്തികമായി സ്ട്രഗിള് ചെയ്യുന്നവരെ, നമ്മൾക്ക് അടുപ്പമുള്ളവരെ, നമ്മളോട് ചോദിക്കുന്നവരെ ഒഴിവ് കഴിവ് പറഞ്ഞു വിടാതെ പറ്റുന്നത് പോലെ സഹായിക്കാൻ നമ്മൾ തയ്യാറാകണം. ഹ്യൂമാനിറ്റി ഉണ്ടാകണം, മനുഷ്യത്വം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മളൊരു മനുഷ്യനാകൂ, നമ്മളൊരു ഹ്യൂമൻ ആകൂ. മൂന്നാമത്തെ സംഭവം ഒരു ഓണത്തെക്കുറിച്ചാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഓണത്തിന് അത്തപ്പൂക്കളമൊക്കെ ഒരുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ ഒരു പരീക്ഷയ്ക്ക് ശേഷം അത്തപ്പൂക്കളത്തിനായി പൂക്കൾ ശേഖരിച്ച് ഇരിക്കുന്ന സമയത്ത് ഒരു പരീക്ഷയ്ക്ക് ശേഷം സ്കൂളിൻ്റെ തന്നെ അടുത്തുള്ള ഒരു വീട്ടിൽ ഒരുപാട് പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടു. ജമന്തി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടു. സാധാരണ വീട്ടുടമസ്ഥരോട് ചോദിച്ചിട്ട് വേണം പൂക്കളൊക്കെ ശേഖരിക്കാൻ. അപ്പം ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും ചേർന്ന് പൂക്കൾ ശേഖരിക്കാൻ വേണ്ടി പോയി. പോകുമ്പോൾ വീടിൻ്റെ ഗേറ്റ് തുറന്നിട്ടിരിക്കുന്നു, പക്ഷേ വീട്ടിൽ ആരെയും കണ്ടില്ല. ശബ്ദമുണ്ടാക്കിയിട്ടും ആരും ഇറങ്ങി വന്നില്ല. ഞങ്ങൾ കുട്ടികളല്ലേ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. അപ്പോൾ കുട്ടികളല്ലേ, കുസൃതിയുള്ള സമയമല്ലേ. ഞങ്ങൾ പൂക്കൾ ശേഖരിക്കാൻ തുടങ്ങി. പൂക്കൾ ശേഖരിക്കുന്നതിനിടയിൽ പുറത്തുനിന്ന് ഒരു മനുഷ്യൻ അകത്തേക്ക് കയറി വന്നു. പെട്ടെന്ന് അയാൾ ആ ഗേറ്റ് അങ്ങ് പൂട്ടി. ഒരു വയറ് കൊണ്ട് ഗേറ്റിനെ അങ്ങ് കെട്ടിയിട്ടു. ഗേറ്റിൻ്റെ ആ ലോക്ക് അങ്ങ് കെട്ടിയിട്ടു എന്ന് പറഞ്ഞാൽ അകത്തുനിന്ന് ആരും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ കെട്ടിയിട്ടു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും വീടിൻ്റെ പുറകുവശത്തേക്ക് ഓടി. കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ അകപ്പെട്ടു പോയി. അവനെ പിടിച്ചിട്ട് ഈ വീട്ടുടമസ്ഥൻ ശകാരിക്കുകയും അട്ടഹസിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തു. നന്നായിട്ട് ഉപദ്രവിച്ചു. ഞങ്ങൾ 2 പേരും വീടിൻ്റെ പുറകിലേക്ക് ഓടിയത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. പുറകിൽ കൂടി ഓടി ഞങ്ങൾ ഗേറ്റ് ചാടിക്കടന്ന് വെളിയിലെത്തി. പക്ഷെ ഇവൻ മാത്രം അദ്ദേഹത്തിൻ്റെ കയ്യിൽ അകപ്പെട്ടു പോയി. ചോദിച്ചിട്ട് വേണം പൂക്കളൊക്കെ ശേഖരിക്കാൻ. പക്ഷേ എങ്കിലും ഒരു മനുഷ്യത്വം, കുട്ടികളല്ലേ, കുസൃതിയുള്ളവരല്ലേ, നിലത്ത് വീണ് ഉണങ്ങിപ്പോകുന്ന പൂക്കളല്ലേ, ആ പൂക്കൾക്ക് വേണ്ടിയിട്ട് ഇത്രയും റഫാകേണ്ട കാര്യമുണ്ടോ? സ്റ്റബൺ ആകേണ്ട കാര്യമുണ്ടോ? ഫ്ലെക്സിബിൾ ആയിരിക്കാമായിരുന്നില്ലേ എന്നൊക്കെയുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, ഒരുപക്ഷെ അദ്ദേഹം, ഈ വീട്ടുടമസ്ഥൻ മരിച്ചു പോയിരിക്കാം, എങ്കിലും എൻ്റെ മനസ്സിനകത്ത് അതൊരു വിങ്ങലായി, ഒരു തേങ്ങലായി ഇന്നും അത് നിലനിൽക്കുന്നു. ഈ ലോകത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്ന് പോകുമ്പോഴും നമ്മളൊന്നും കൊണ്ടുപോകത്തില്ല. അങ്ങനെയുള്ള നമ്മളാണ്. ഒരു പൂവിന് വേണ്ടി പോലും നമ്മൾ സ്റ്റബണായി, വളരെ അഹങ്കാരികളായി, മനുഷ്യത്വമില്ലാത്തവരായി മാറുന്നത്. മനുഷ്യത്വമുള്ളവരായിരിക്കണം. വൈ യു സോ സീരിയസ്? എന്തിനാ ഇത്ര മസിൽ പിടുത്തം? ഇത്രയും മസിൽ പിടിക്കണോ? ഇത്രയും സീരിയസ് ആവണോ? കുറച്ചൊക്കെ കാര്യങ്ങൾ സിലിയായിട്ട് എടുത്താൽ പോരെ?